ചാപ്റ്റർ 2 ടാലി പ്രാക്ടിക്കൽ. ടാലി ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ടാലി ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ മോഡിലാണ് ടാലി കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാലോ നമുക്ക് ടാലി ഓപ്പൺ ആയിട്ട് കിട്ടും. ഗൂഗിളിലും ടാലി അടിച്ചു കൊടുത്താലോ നമുക്ക് ടാലിയുടെ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ ആയിട്ട് വരുന്ന ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേജാണ് നമുക്ക് ടാലി ഓപ്പൺ ആയിട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി നമുക്കൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ തുടക്കം തൊട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ കാണാം ക്രിയേറ്റ്, കണ്ടല്ലോ. അപ്പം നമ്മൾ ഇനി മൗസ് ഉപയോഗിക്കാതെ വേണം ടാലിയിൽ വർക്ക് ചെയ്യാനായിട്ട്. മാക്സിമം മൗസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക, കീബോർഡിൽ തന്നെ എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മൾ കീബോർഡിൽ ഈ ഡൗൺ ആരോ പ്രസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഡൗണിലോട്ടും അപ്പർ ആരോ പ്രസ് ചെയ്യുമ്പോൾ മുകളിലോട്ടും പോകുന്നതായിരിക്കും. നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ക്രിയേറ്റ് അവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ നെയിം, മെയിൽ, അഡ്രസ്സ്, അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ്, ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കമ്പനിയുടെ നെയിമിന് ഞാനിവിടെ നമ്മൾ ഇന്നത്തെ ചാപ്റ്റർ 2 ആയതുകൊണ്ട് ചാപ്റ്റർ എന്ന് അടിച്ചു കൊടുക്കാം. ചാപ്റ്റർ 2. അപ്പോൾ കമ്പനിയുടെ പേര്, ഇനി കമ്പനിയുടെ മെയിൽ നെയിം അടിച്ചു കൊടുക്കാം, അഡ്രസ്സ്, അതുപോലെ തന്നെ സ്റ്റേറ്റ് നമ്മൾ കേരള ആയതുകൊണ്ട് കേരള എന്ന് അടിച്ചു കൊടുത്തു. കൺട്രി ഇന്ത്യയാണ്. പിൻകോഡ് ഞാൻ 686102 കൊടുത്തു. ഇനി ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ്, വെബ്സൈറ്റ്, അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ആ സൈഡിൽ നമ്മൾ അടിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ഫ്രം, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ബിഗിൻസ് ചെയ്യുന്നത് 1 ഏപ്രിൽ ടു അവസാനിക്കുന്നത് 31 മാർച്ച് വരെയാണ്. അപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും 1 ഏപ്രിൽ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ ഏതാണ്? 1 ഏപ്രിൽ 2024. ഇനി ബുക്സ് ബിഗിൻസ് ഫ്രം, നമ്മുടെ ബുക്സും നമ്മുടെ ഈ ട്രാൻസാക്ഷൻസ് നടക്കുന്നതും ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതും ഏത് വർഷം തൊട്ടാണ്? ജനുവരി 1 തൊട്ടല്ല, 1 ഏപ്രിൽ തൊട്ടാണ്. 1/4/24 തൊട്ടാണ്. അത് ഓൾറെഡി അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം സെക്യൂരിറ്റി, കൺട്രോൾ യൂസർ ആക്സസ് ടു കമ്പനി ഡേറ്റ. ഇത് ഇവിടെ നോയാണ് കറൻ്റ്ലി കിടക്കുന്നത്. ഇനി നമ്മളിത് യെസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കമ്പനി പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആക്കുന്നതിനാണ് ഇവിടെ ഏസ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏസ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും, അതായത് നമ്മുടെ ഇപ്പോൾ ടാലി നമ്മൾ ഈ സെക്യൂരിറ്റിയുടെ അവിടെ നോ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ടാലി ഓപ്പൺ ചെയ്ത് അതിൽ എന്ത് കാര്യങ്ങളും മാറ്റാനും ഡിലീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പോലെ, നമ്മൾ ഫേസ്ബുക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ യൂസർ ഐ ഡി, പാസ്വേഡ് ഒക്കെ അടിച്ചു കൊടുക്കത്തില്ലേ? എന്തിനാണ്? നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ തന്നെ ടാലിക്കും നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഞാൻ യൂസർ നെയിം 123 എന്ന് അടിച്ചു കൊടുക്കുകയാണ്. എൻ്റർ എടുത്തു. പാസ്വേഡും ഞാൻ അതുപോലെ തന്നെ 123 അടിച്ചു കൊടുക്കുകയാണ്. ഇനി കൺഫേം പാസ്വേഡിൻ്റെ അവിടെയും പാസ്വേഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഫോർഗെറ്റിംഗ് യുവർ പാസ്വേഡ് വിൽ റെൻഡർ യുവർ ഡേറ്റ ഇൻആക്സസിബിൾ. അതായത് നമ്മൾ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം പിന്നീട് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതിയിടേണ്ടതാണ്. ഓക്കെ, നമ്മൾ എൻ്റർ അടിച്ചു. ഇനി എനേബിൾ ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോ ചാപ്റ്ററിലും പറഞ്ഞു പോകാം. എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും, നമുക്ക് ഓർത്തിരിക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നോ കൊടുത്തിട്ട് ഇവിടെ കറൻസിയാണ് ഇന്ത്യൻ റുപ്പി. ഓക്കെ, നമ്മൾ എസ് അടിച്ചു. ഓക്കെ, നമ്മളിപ്പം കമ്പനി സേവ് ആയിട്ടുണ്ട്. കമ്പനി സേവ് ആയി. ഇനി നമ്മൾ കമ്പനി ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പ് കൊടുത്ത അതേ പാസ്വേഡ് യൂസർ ഐ ഡിയും നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിങ്ങനെ കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുൾ, കണ്ടില്ലേ? കമ്പനി ക്രിയേറ്റ് ചെയ്തു, അത് സക്സസ്ഫുള്ളായി എന്ന് എഴുതി കാണിക്കുന്നു. ഇനി മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, അത് ഏസ് കൊടുക്കുക. എനേബിൾ ബിൽ വൈസ് എൻട്രി ഏസ് കൊടുക്കുക. മെയിൻറ്റെയിൻ ഇൻവെൻ്ററി ഏസ് കൊടുക്കുക. ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട് വിത്ത് ഇൻവെൻ്ററി ഏസ് കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇതെല്ലാം ഏസ് കൊടുത്തു പോവാണ്. നമുക്ക് വഴിയെ ഓരോ ചാപ്റ്ററിൽ ഇതൊക്കെ എന്താണെന്ന് കണ്ടു പോകാം. ഇനി നമ്മുടെ ടാക്സേഷൻ സൈഡിൽ വരുമ്പോൾ എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GST. ഇപ്പോൾ തൽക്കാലം നമ്മൾ നോയാണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, എൻ്റർ അടിച്ചു പോവാണ്. ഓക്കെ, അക്സെപ്റ്റ്, യെസ്. ഇനി എക്സ്കേപ്പ് അടിച്ചു. ഇനി നമുക്കിവിടെ കാണാം, ഇപ്പം കറൻ്റ്ലി ഇവിടെ 2 കമ്പനീസ് ഉണ്ട്, ആകാശ് ലിമിറ്റഡും അതുപോലെ തന്നെ ചാപ്റ്റർ 2. പക്ഷേ ഏത് കമ്പനിയാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നത് ഇവിടെ കണ്ടില്ലേ? നെയിം ഓഫ് കമ്പനിയുടെ തൊട്ട് താഴെ ബോൾഡായിട്ട് എന്ത് പേരാണോ വന്നിരിക്കുന്നത് ആ കമ്പനിയാണ് നമ്മളിപ്പം ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നത്. ചാപ്റ്റർ 2 കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് ഗേറ്റ് വേ ഓഫ് ടാലി വന്നിട്ട് ക്രിയേറ്റിലും
എൻട്രി ചെയ്യുന്ന ആ ഒരു റൂട്ടാണ് പറഞ്ഞു തന്നത്. ഇനി അതിന് പകരം നമുക്കൊരു ഷോർട്ട് കട്ടുണ്ട്, ഓൾട്ട് കെ. കണ്ടില്ലേ, ഓൾട്ട് കെ നമ്മൾ അടിക്കുമ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞു വരും. നമ്മളിപ്പം എൻ്റർ ചെയ്ത് ജസ്റ്റ് കാണിക്കുകയാണ്, എൻ്റർ. കണ്ടില്ലേ, നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു, ഇനി പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എസ്കേപ്പ് അടിക്കുകയാണ്. നമുക്ക് ടാലിയിൽ ബാക്ക് സ്പേസ് ഇല്ല, എസ്കേപ്പ് മാത്രമേ ഉള്ളൂ. അതായത് കീബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന എസ്കേപ്പ്, അവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാക്കിലോട്ട് പോകും. ഇവിടെ ടാലിയിൽ ബാക്ക് സ്പേസ് എന്ന് പറയുന്ന കാര്യമില്ല, പുറകോട്ട് പോകാനായിട്ട്. നമുക്ക് ഒരു കമ്പനിയും കൂടെ ക്രിയേറ്റ് ചെയ്താലോ? ഓൾട്ട് കെ ഉപയോഗിച്ച്, നമുക്ക് ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്കൊരു കമ്പനിയും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് കെ, ക്രിയേഷനിൽ വന്നു, എൻ്റർ പ്രസ് ചെയ്യുന്നു. ഓക്കെ, കമ്പനിയുടെ പേരെന്താണ്? നമുക്ക് റോസ് എന്ന് കൊടുക്കാം, റോസ് ലിമിറ്റഡ്. എൻ്റർ അടിച്ചു. നമ്മൾ വീണ്ടും കേരള കൊടുക്കുന്നു, ഇന്ത്യ വന്നു, പിൻകോഡ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടിച്ചടിച്ച് കൊടുക്കാം. ഓക്കെ, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കറക്റ്റാണ്. 14/24 14/24 ബുക്സ് ബിഗിൻ ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ പാസ്വേഡ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ കാണിച്ചില്ല, അതുകൊണ്ട് ഇവിടെ നമ്മൾ പാസ്വേഡ് കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മളിങ്ങനെ എൻ്റർ അടിച്ച് പോകുന്നതിന് പകരം ഇത് ഒറ്റയടിക്ക് സേവ് ആക്കണം. ഒറ്റ ഒരു ഷോർട്ട് കട്ടിലൂടെ നമുക്കിത് സേവ് ആക്കാനായിട്ട് സാധിക്കും. കൺട്രോൾ എ അടിക്കുക. റോസ് എന്ന് പറയുന്ന കമ്പനി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഏത് കമ്പനിയാണ് കറൻ്റ്ലി പ്രസൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്? റോസ് ലിമിറ്റഡ്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഇനി ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ചേഞ്ച് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ ഓൾട്ട് കെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ ചേഞ്ച് അല്ലെങ്കിൽ F3 എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3 കമ്പനീസ് നമുക്കിവിടെ കാണാം. ഇനി നമുക്ക് റോസിന് ആകാശ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി സെലക്ട് ചെയ്യണം. നമ്മൾ അപ്പർ കീ ഉപയോഗിച്ച് ആകാശിൽ വന്നിട്ട് എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാം ആകാശ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് കറൻ്റ്ലി പ്രസൻറ്റഡ് ആയിട്ടുള്ളത്. ഇപ്പം മുമ്പ് നമ്മൾ ഓൾട്ട് കെ ആണ് പ്രസ് ചെയ്തത്. ഇനി വെറും F3 മാത്രം പ്രസ് ചെയ്താലും, നേരിട്ട് F3 പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കമ്പനി സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചാപ്റ്റർ 2 എൻ്റർ. ഇവിടെ നമുക്ക് ചാപ്റ്റർ 2 എന്ന് പറയുന്ന കമ്പനി സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കമ്പനി, ഇപ്പം എൻ്റെ പേരിലുള്ള കമ്പനി ആകാശ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എനിക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. അതായത് കമ്പനി നിർത്തുകയാണ് അല്ലെങ്കിൽ പൂട്ടിപ്പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാലിയിൽ നമ്മൾ ഈ കമ്പനി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഓക്കെ, നമ്മൾ ആകാശ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഷട്ട് ഡൗൺ ചെയ്യണം. അതിനായിട്ട് നമുക്ക് വീണ്ടും ഓൾട്ട് കെ പ്രസ് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഷട്ട് അല്ലെങ്കിൽ ഷട്ട് എന്ന് കാണാം. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് കൺട്രോൾ പ്ലസ് F3. ഓക്കെ, നമുക്ക് കൺട്രോൾ പ്ലസ് F3യും കൂടി ഇനി പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എസ്കേപ്പ് അടിക്കുകയാണ്. ഇനി നമുക്ക് ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കുകയാണ്, കൺട്രോൾ പ്ലസ് F3. ഓക്കെ, നമുക്ക് നേരിട്ട് കണ്ടില്ലേ ഷട്ട് കമ്പനി, എൻ്റെ പേരിലുള്ള കമ്പനിയാണ് നമ്മൾ പൂട്ടാൻ പോകുന്നത്. അപ്പം എൻ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം 3 കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ 2 കമ്പനിയുള്ളൂ. എൻ്റെ പേരിലുള്ള കമ്പനി ടാലിയിൽ നിന്ന് പോയിട്ടുണ്ട്. ആദ്യത്തെ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിൽ മിനിമം കാര്യങ്ങളാണ്. ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണ്, കമ്പനി ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.